നല്ല മഴക്കാലൊക്കെയല്ലേ. മാമലക്കണ്ടം വഴി വട്ടവടയിലേക്ക് ഒരു ട്രിപ്പ് അങ്ങോട്ട് പിടിച്ചു. ഉരുളിക്കുഴി വെള്ളച്ചാട്ടവും മാമലക്കണ്ടം സ്കൂളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് മൂന്നാറ്. അത് കഴിഞ്ഞ് വട്ടവട. പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഴക്കാലമല്ലേ, ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് ഇതുവരെ ഞാൻ മാമലക്കണ്ടം പോയിട്ടില്ല. നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വരുന്നവനെ ഞാൻ കാണുന്നത്. അവന്റെ സൗണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആളെ ഞാൻ പതിയെ പരിചയപ്പെടുത്താം. ഇപ്പൊ ഞങ്ങൾ കോതമംഗലൊക്കെ കഴിഞ്ഞ് തട്ടേക്കാട് എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റയിലെ റീൽസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരു ചായക്കടയുടെ തൊട്ട് പുറകിലായിട്ട് നോക്കി നല്ല പച്ചപ്പ് കൊണ്ട് മൂടിയേക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം എത്തുന്നതിന് മുമ്പുള്ള ഈ ഒരു പാലുണ്ടല്ലോ, ഇതിനു മുമ്പ് ഞാൻ ഈ വേനൽക്കാലത്ത് വന്നപ്പോൾ ഈ ഒരു പുഴയിലുള്ള അടിത്തട്ടിലുള്ള പാറകൾ വരെ കാണായിരുന്നു. പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കുരങ്ങന്മാരൊക്കെ ഈ ഒരു പാലത്തിന്റെ മുകളിലുണ്ടായിരുന്നു. ഒപ്പം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലുള്ള ഒരു മയിലും ഈ ഒരു പാലത്തിന്റെ മുകളിൽ വന്നിരിക്കാറുണ്ട്. തൽക്കാലം ഞങ്ങളുടെ ലക്ഷ്യം വട്ടവട ആയതുകൊണ്ട് ഞങ്ങൾ പക്ഷി സങ്കേതത്തിലൊന്നും കയറിയില്ല. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ക്രിസ്ത്യൻ പള്ളി കണ്ടു. അതിനടുത്തായിട്ട് തന്നെ ഒരുപാട് റംബൂട്ടാന്റെ മരങ്ങളും പഴങ്ങളും ഉണ്ടായിരുന്നിട്ടാ. അതിന്റെ സീസൺ ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നിലത്ത് വീഴാണ്ടിരിക്കാനാണോ അതോ കുരങ്ങന്മാർ കൊണ്ടുകൊണ്ടിരിക്കാനാണോ എന്നറിയില്ല, വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ കുട്ടമ്പുഴ എത്തി. കുട്ടമ്പുഴയിൽ നിന്ന് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. കാരണം ഇനി അങ്ങോട്ടേക്ക് കൊടും വനമാണ്. അടിമാലി എത്തിയാൽ മാത്രമേ ഇനി നമുക്ക് അടുത്ത പെട്രോൾ പമ്പ് കിട്ടുള്ളൂ. എന്റെ കൂടെ വരുന്ന ആളുടെ പേര് അഷ്കർ എന്നാണ്. എന്റെ പേര് ഹരി. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രധാന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവി എക്സ്പ്ലനേഷൻ ചാനലാണ്. പക്ഷേ ആ ഒരു കണ്ടന്റിന് ഏത് സമയവും സ്ട്രൈക്ക് കിട്ടിയിട്ട് ചാനൽ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അനുഭവം ഉണ്ട്. 2-3 ചാനൽ അങ്ങനെ പോയിട്ടുമുണ്ട്. മെയിൻ പണി മൂവി എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഡബ്ബിങ്, എഡിറ്റിംഗ് ഫുൾ വീട്ടിൽ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമയം കിട്ടാറില്ല. ഇപ്പോഴാണ് ചാനൽ ചെറുതായിട്ടൊന്ന് ക്ലച്ച് പിടിച്ചത്. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളിത് ഈ മാമലക്കൊണ്ടത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. കോട്ടിടാനായിട്ട് വണ്ടി നിർത്തിയതാണ്. ഈ ഒരു പാലത്തിന്റെ അവിടെ നിന്ന് നല്ല അടിപൊളി ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാനായിട്ട്. മാമലക്കണ്ടം വഴി ഞാൻ 2-3 തവണ വന്നിട്ടുണ്ട്. പക്ഷെ മഴക്കാലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോഴൊന്നും ഇത്രയും വെള്ളമോ വെള്ളച്ചാട്ടമോ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, പണ്ടത്തെ വീഡിയോസിലൊക്കെ ഇവിടെ ഒരു പാലമേ ഉണ്ടായിരുന്നില്ല. ആ വെള്ളത്തിലൂടെയൊക്കെ പ്രൈവറ്റ് ബസ്സും ജീപ്പൊക്കെ ചാടിച്ചുകൊണ്ട് വരുന്ന വീഡിയോസ് ഇപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണാനായിട്ട് കഴിയും. കോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. പിന്നെ വെള്ളം കണ്ട നമുക്ക് ചാടിക്കണമല്ലോ, അത് തന്നെ. കുട്ടമ്പുഴ എത്തിയപ്പോൾ തന്നെ മലമുകളിൽ ഒരുപാട് കോടയും മറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവഴി ഒറ്റയ്ക്ക് ഞാൻ ഒരേ ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അന്നത്തോട് കൂടിയിട്ട് എനിക്ക് മതിയായിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയും കാണാൻ കഴിയില്ല. വല്ലപ്പോഴും പോകുന്ന ജീപ്പോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ മാത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പോകുന്ന ദിവസം ഇട ദിവസമാണ്. ഇപ്പൊ ബൈക്ക് നിർത്തിയ സ്ഥലത്ത് അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ. മാമലക്കണ്ടം പോകാൻ പറ്റിയ ടൈമാണ്. മഴ സമയത്ത് മാത്രമാണ് ഈ ഒരു സ്ഥലത്തൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അഷ്കറും വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിലായിട്ടൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോഴാണ്, ആദ്യമായിട്ടാണ് ഈ വഴി വരുമ്പോൾ കാണുന്നത്. വണ്ടിക്ക് ഇപ്പൊ കുറച്ചു നേരം റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷമൊക്കെ ഈ ഒരു വഴി ബൈക്ക് എടുത്തിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പലരും പറയുന്നത് കേട്ടു ആന ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മഴയായതുകൊണ്ട് ആന ഇറങ്ങില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല രീതിയിൽ ആന ഇറങ്ങുന്നുണ്ട് പലയിടത്തും. പിന്നെ ഈ ഒരു റൂട്ടിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, സ്വസ്ഥതയും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ പോകാണ്ടിരിക്കുക. അന്ന് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരിക്കും. പിന്നെ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് KSRTC ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ മൂന്നാർ പോകുന്നത് നേര്യമംഗലം അങ്ങനെ ആ ഒരു വഴിയല്ലേ. പക്ഷേ ഈ ഒരു വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും മടുക്കില്ല. കാടൊക്കെ ആസ്വദിച്ച് വളരെ പതുക്കെ എൻജോയ് ചെയ്ത് അടിമാലി ചെന്ന് കയറാം. ഞാൻ 2 വഴിയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ആ മെയിൻ റോഡ് കൂടെ പോകുമ്പോൾ ഒരു മെന ഉണ്ടായിരിക്കില്ല. ഒരുപാട് വണ്ടികളും അതുപോലെ തന്നെ ഈ വണ്ടികൾക്കൊക്കെ സൈഡ് കൊടുക്കണം, വണ്ടികൾ വന്ന് ഹോൺ അടിക്കരുത്. ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഈ ഒരു നല്ല അടിപൊളി വഴിയിലൂടെ ഈ കാടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, അത്ര സെറ്റപ്പ് ആയിട്ടുള്ള റോഡൊന്നുമല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല ഓഫ് റോഡ് വണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓടിക്കാനുള്ള ആ ഒരു മനക്കരുത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വഴി വന്നാൽ മതി. ഓഫ് റോഡ് വണ്ടി എന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കാറുമായിട്ടൊന്നും ഈ വഴി വരാനായിട്ട് നോക്കണ്ട. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അടി തട്ടിയിട്ട് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ പോകുന്ന ആ ഒരു വഴിയിൽ ഏറ്റവും മുകളിലായിട്ട് ഒരുപാട് മലനിരകളുണ്ട്.
അതിന്റെ മുകളിലൊക്കെ ഒരുപാട് കോട വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളങ്ങനെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ മാമലക്കണ്ടത്ത് ഓഫ് റോഡിംഗ് ഒക്കെ നടക്കുന്ന ഒരുപാട് ജീപ്പുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരി എന്തായാലും അടിപൊളിയായിരിക്കും. പോകുന്ന വഴിയിൽ 2 കുതിരകളെ കണ്ടു. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ഉരുളിക്കുഴി വാട്ടർഫാൾസിലേക്കാണ്. പണ്ട് ഞാൻ വരുമ്പോൾ ഉരുളിക്കുഴി വാട്ടർഫാൾസിന്റെ ഈ വലിയ ബോർഡുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇനി വഴി തെറ്റാനുള്ള ഒരു ചാൻസും ഇല്ല. നേരെ അവിടെ കറക്റ്റായിട്ട് ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ദേ നമ്മൾ ഉരുളിക്കുഴി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മഴ പെയ്ത് സെറ്റായിട്ട് കിടക്കുകയാണ്. വഴുക്കലൊക്കെ ഉണ്ട്. നോക്കി നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും പണി കിട്ടും. മഴക്കാലമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വാട്ടർഫാൾസും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒപ്പം ഒരുപാട് അപകടങ്ങളും അതിന് പിന്നിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് ആഴമുള്ള കടവിൽ കാര്യങ്ങളിലൊന്നും ഇറങ്ങാണ്ടിരിക്കുകയാണ് ഇപ്പം നല്ലത്. ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ഒരു പാറ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിലൂടെ വെള്ളം പോകുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പോവുകയാണെങ്കിൽ തന്നെ ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട്. ദേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ സെറ്റായിട്ടുണ്ട്. മലമുകളിൽ മൊത്തം കോടയും ഉണ്ട്. ഒരു ജാതി ഒഴുക്കാണേ, അവിടെ നിന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല. അമ്മാതിരി വഴുക്കലും മറ്റൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഇപ്പം കാണാനായിട്ട ഭംഗി. നേരിട്ട് കാണാൻ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ ഒരു ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോണ്ടല്ലോ വേറെ ലെവലാണ്. ഇവിടെയൊക്കെ വഴുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി കണ്ടൊക്കെ വരേണ്ടി വരും. ഇവിടെ കയറ് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല, ഇപ്പുറത്തും ഇറങ്ങാൻ പാടില്ല. നല്ല ഒഴുക്കാണ്. വെള്ളം ഇങ്ങനെ ആർത്തലച്ചാണ് തന്നെ വെള്ളം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശേഷം വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. അപ്പോഴും മഴയ്ക്ക് ഒരു ശമനവുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാമലക്കണ്ടത്ത് ഓഫ് റോഡിങ് നടത്തുന്ന ഒരുപാട് ജീപ്പുകൾ ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആ ഒരു അതിമനോഹരമായിട്ടുള്ള മാമലക്കണ്ടം സ്കൂളിലേക്കാണ്. ഇതിനു മുമ്പ് മാമലക്കണ്ടം സ്കൂൾ കാണാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് പുറകിലായിട്ട് ഇതുവരെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇത്തവണ മഴക്കാലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യം വന്നപ്പോഴും അത് വേനൽക്കാലമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വ്യൂ ഒന്ന് നോക്കിയേ. ഒരുപാട് പേര് ഒഴിവു ദിവസം അല്ലാഞ്ഞിട്ടും അവിടെ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ! മാമലക്കണ്ടം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിക്കരുത്. ഇതൊക്കെ തന്നെയാണ് കാണാനായിട്ടുള്ളത്. പക്ഷേ അത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഈ ഒരു സന്തോഷവും ക്യൂരിയോസിറ്റി ഒന്നും മെയിൻ റോഡിലൂടെ മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ കിട്ടൂല. കുറച്ചു നേരം അവിടെ ഞങ്ങൾ നിന്നു. പിന്നീട് സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴാണ് ഒരു പട്ടിക്കുട്ടൻ ക്യാമറയിലേക്ക് വന്നത്. ക്യാമറ കണ്ടതോട് കൂടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഓഫ് റോഡിങ് നടത്തുന്ന ഒരുപാട് ജീപ്പുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കും ആ ഒരു ഫ്രണ്ട് വ്യൂ കിട്ടി. എന്തല്ലേ ഭംഗി! മുനിപ്പാറയിലേക്കും കൊയിനിപ്പാറയിലേക്കും പോകുന്ന ജീപ്പുകളാണ് ഈ കിടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് ആനകളെ നിരത്തിയിരിക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കണം എല്ലാം കൂടി. അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ജീപ്പ് സഫാരി പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ മാമലക്കണ്ടം സ്കൂളിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ഇതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടു. പ്രത്യേകിച്ച് മലമുകളിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ. കുറച്ചും കൂടി ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ അതേ ഒരു അരുവി കിട്ടിയിട്ടുണ്ട്. ആ ഒരു അരുവിയിൽ നിന്ന് കുറച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് റീഫ്രഷ് ആവാന്ന് വിചാരിച്ചു. അവിടെയും നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും പണി കിട്ടും. അങ്ങനെ പതിയെ പതിയെ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നാകട്ടെ നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ വാഴയുടെ ഇലയിൽ പ്രഭാത ഭക്ഷണം പൊതിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പൊതി പൊട്ടിച്ചപ്പോൾ തന്നെ ഒരു പട്ടിക്കുട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ടാ. അവന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു നൂൽപുട്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തെങ്കിലും അവനത് കഴിച്ചില്ല. അതെന്താ സംഭവം എന്ന് അപ്പം പിടികിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പട്ടിക്കുട്ടൻ അത് വന്ന് കഴിച്ചു. അപ്പോഴാണ് അഷ്കർ പറഞ്ഞത്, പഴമക്കാർ പറയുന്ന ഒരു കാര്യം ഉണ്ടത്രേ, നമ്മൾ കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാട്ടുകൊതി കിട്ടുക എന്നുള്ള ഒരു സംഭവം ഉണ്ടത്രേ. അപ്പോൾ നമ്മൾ കാടിന് വേണ്ടിയിട്ട് ഇച്ചിരി കൊതി കളയാന്നൊക്കെ പറയില്ലേ, ഒരു നുള്ളെടുത്തിട്ട് പുറത്ത് കളയണം. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഞങ്ങൾ അവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അതുകൊണ്ടാണോ പട്ടിക്കുട്ടൻ അത് ആദ്യം കഴിക്കാതെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ അത് കഴിച്ചത്. അങ്ങനെ പട്ടിക്കുട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ശേഷം കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു ചോലയിൽ നമ്മുടെ ശിക്കാർ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു വലിയ ലോറി ഉണ്ടല്ലോ,
അതൊന്ന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചേട്ടൻ. മാമലക്കണ്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിമാലിക്ക് പോകുന്ന ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, നല്ല കിടില റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുവരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല കിണ്ണം കാച്ചി റോഡാണ്, പറപ്പിച്ച് പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ വഴിയൊക്കെ പറപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പതിയെ പോയാൽ മതി. ഇനി ഞങ്ങൾ നേരെ അടിമാലി കയറി മൂന്നാർ പിടിക്കും. മൂന്നാറിൽ നിന്ന് നേരെ വട്ടവട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി അടുത്ത് വരാൻ പോകുന്നത് അടിമാലി തൊട്ട് മൂന്നാർ വരെയുള്ള കാഴ്ചകളായിരിക്കും. അടിമാലി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരു വെള്ളച്ചാട്ടം കണ്ടു. കിടിലം വെള്ളച്ചാട്ടം കേട്ടോ, അത് റോഡ് സൈഡ് തന്നെയായിട്ട്. മാമലക്കണ്ടം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. പുതിയ യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.